ഒരു 6 മാസം കൊണ്ട് 2300 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് ഫുൾ ഫിനിഷിൽ നിർമ്മിക്കാൻ പറ്റുമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന വീട് കേട്ടോ. അപ്പൊ ഞാനെന്നുള്ളത് നമ്മുടെ കോഴിക്കോട് കൊമ്മേരിയിലാണ്. ഇവിടെ നമ്മൾ എന്റെ ബാക്കിൽ കാണുന്ന ഈ വീട് വെറും 6 മാസം കൊണ്ട് നമ്മുടെ ആർക്കിടെക്ട്സ് ആൻഡ് ഇന്റീരിയേഴ്സ് ചെയ്തു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഈ വീടിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ നമ്മുടെ ഈ വീടിന്റെ ലാൻഡ്സ്കേപ്പ് കണ്ടില്ലേ, ഒരു കയറ്റത്തിലാണ് ശരിക്കും ഈ വീട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് മെറ്റീരിയൽ ഇറക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിജീവിച്ചും കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന വീട്, ഈ സ്വപ്ന തുല്യമായ ഈ ഭവനം ഇതിൻ്റെ ഓണേഴ്സിന് വെറും 6 മാസം കൊണ്ട് ഇവർ നിർമ്മിച്ചു കൊടുത്തത് കേട്ടോ. നമുക്കിനി വീടിൻ്റെ ഉള്ളോട്ട് വന്ന് കയറാം, ഉള്ളിലെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മൾ നേരിട്ട് വീട്ടിലേക്ക് കയറുമ്പോൾ നല്ലൊരു മുറ്റാണ് വീടിനുള്ളത്. തൊട്ടപ്പുറത്തായിട്ട് കിണറുണ്ട്, അതുപോലെ തന്നെ കിഴക്ക് ഫേസ് ചെയ്യാണ് വീട്. അപ്പോൾ ഇത്രയും നല്ലൊരു സ്പേഷ്യസ് മുറ്റം വീടിനുണ്ട്. 6 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് വരുന്നത്. ഒരു ഷേപ്പ് ഔട്ടായ ഒരു സ്ഥലമായിരുന്നു, പക്ഷേ അതൊക്കെ ആർക്കിടെക്റ്റിങ് മികവുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വീടിന് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല ഇന്റർലോക്ക് ചെയ്ത ഒരു മുറ്റം, ഒരു 1-2 വണ്ടികൾക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു കിണറിലാണ് കേട്ടോ. ഒരു വലിയ ഓപ്പൺ വെല്ലിൻ്റെ മുകളിലാണ് ഞാനിരിക്കുന്നത്. കണ്ടില്ലേ, ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ടൈപ്പിൽ കോൺക്രീറ്റ് ഒക്കെ പകുതി കിണർ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കണ്ടില്ലേ, സ്ലാബൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കിണർ അവിടെ ഉള്ള കാര്യം അറിയില്ല, അത്രയും സ്പേസ് അവർക്ക് കിട്ടും ചെയ്ത്. പിന്നെ നമ്മളിനി വീടിൻ്റെ മുന്നോട്ട് വരികയാണെങ്കിൽ നല്ല വാൾ ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. അതുപോലെ ഈ ഒരു ടെക്സ്ചർ കണ്ടോ, സിമൻറ്റ് ടെക്സ്ചറാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാലങ്ങളോളം നിലനിൽക്കും ചെയ്യും. വീടിൻ്റെ ഭംഗിക്ക് ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ കയറുമ്പോൾ തന്നെ നല്ലൊരു സിറ്റ് ഔട്ടാണ് വീടിന്. ആ സിറ്റ് ഔട്ടിൽ തന്നെ ഗ്രാനൈറ്റിൻ്റെയും അതുപോലെ ടൈൽസിൻ്റെയും കോമ്പിനേഷനിലാണ് കൊടുത്തത്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഒരു ഷൂ റാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുന്ന് സോക്സ് ഇടാനോ ഷൂ ഇടാനോ അഴിക്കാനൊക്കെ പറ്റും ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷൂകളൊക്കെ കീപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫ്രണ്ടിലെ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന വീടിൻ്റെ മെയിൻ ഡോറാണ് കേട്ടോ. ഇത് ഫുള്ള് തേക്കിലാണ്, അതും കണ്ടല്ലേ ഒരു അടിപൊളി ഡിസൈനിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീട് നിർമ്മിച്ചതും അതുപോലെ ഇതിൻ്റെ ഇന്റീരിയറും കാര്യങ്ങളെല്ലാം ഇവർ തീർത്തിരിക്കുന്നത് എത്ര രൂപയ്ക്കാണെന്ന് വല്ല ഗസ് ഉണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ മുഴുവൻ സൗകര്യങ്ങളും കണ്ടിട്ട് ഞാൻ ആ റേറ്റ് പറയാം കേട്ടോ. വാ. അപ്പോൾ ചാക്കറേ കണ്ടില്ലേ, ഈ നല്ലൊരു വീടൊക്കെ പണിത് അങ്ങനെ മനസ്സമാധാനത്തോടെ ഇങ്ങനെ ആടട്ടോ, എന്ത് സുഖമാണ്. അപ്പോൾ നമ്മുടെ ലിവിങ് ഏരിയയിലാണ് ഞാനുള്ളത്. ലിവിങ് ഏരിയൻ്റെ ഒരു ഡീറ്റെയിൽസ് കാണാം. റൂഫ് കണ്ടില്ലേ, റൂഫ് നല്ല ജിപ്സവും അതുപോലെ തന്നെ ലാമിനേറ്റഡും ആക്കിയിട്ട് പിന്നെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കോർണർ ടൈപ്പ് സോഫ, പിന്നെ പൂജാമുറി കേട്ടോ. പൂജാമുറി കണ്ടില്ലേ, അപ്പോൾ ഇതൊക്കെ കസ്റ്റമർ റിക്വയർമെൻ്റ് ആണ്. പൂജാമുറിയുടെ ഡോസും കാര്യങ്ങളും കണ്ടില്ലേ. അതുപോലെ തന്നെ ഈ വീടിൻ്റെ മെയിൻ ഡോർ മൊത്തം തേക്കിലാണ്. പിന്നെ ബാക്കിയുള്ള വുഡൻ വർക്ക് മുഴുവൻ നല്ല ഇരുളാണ് കേട്ടോ. നല്ല പോളിഷ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് വുഡൻ വർക്ക് മുഴുവൻ. പിന്നെ അത് ടി വി യൂണിറ്റൊക്കെ നല്ല ലാമിനേറ്റഡ് ഷീറ്റും അതുപോലെ തന്നെ താഴെ ഒരു കബോർഡൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീട്ടുകാർക്ക് ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു ഇവിടെ ഒരു സ്റ്റോർ റൂം കിട്ടോ. അപ്പോൾ സ്റ്റോർ റൂമും കൂടി ഇവർ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇന്റേണൽ കോർട്ട്യാർഡ്, ചെറിയൊരു ഇന്റേണൽ കോർട്ട്യാർഡും കൂടി നൽകിയിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെ നല്ല അടിപൊളി വാൾ ക്ലാഡിംഗ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വരുമ്പോൾ ഇപ്പോഴത്തെ എല്ലാ വീടുകളിലും കാണുന്ന പോലെ തന്നെ ഇപ്പം മോഡേൺ ആയിട്ടുള്ള അധിക വീടുകളും കാണുന്ന പോലെ ഒരു ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും പിന്നെ നല്ല മനോഹരമായ ഒരു കിച്ചണും കേട്ടോ. കിച്ചൻ്റെ കബോർഡ്സിൻ്റെ കളർ ഉണ്ടല്ലേ, ഒരു പ്രത്യേക ഒരു ബ്ലൂവിലാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇതാണ് സ്റ്റോർ റൂം പറഞ്ഞത്, സ്റ്റോർ റൂമും വീടിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഡൈനിങ്ങിൽ തന്നെ വാഷ് ഏരിയ ഉണ്ടല്ലോ, വാഷ് ബേസിനും അതുപോലെ വാഷിംഗ് ഏരിയ ഒക്കെ വളരെ മനോഹരമാക്കിയിട്ട് ഒരു പ്രീമിയം ലുക്കിൽ ഇവർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ വീടിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറും മൊത്തം നമ്മളെ ആർക്യൂസ് തന്നെ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമായിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 2 ബെഡ്റൂമാണ് താഴെ കേട്ടോ. അപ്പോൾ മുകളിലെ ലൈറ്റിംഗ് ഒക്കെ ഓൾറെഡി കോൺക്രീറ്റ് ടൈമിൽ തന്നെ ഫിക്സ് ആക്കിയതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി 4 ലൈറ്റ് മേലെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാത്റൂം ഏരിയ നോക്ക്, ഒരു ലൈറ്റ് ഗ്രേ ടൈൽസിലാണ് ബാത്റൂമിൻ്റെ വാളൊക്കെ കൊടുത്തത്. അതേപോലെ ഫ്ലോറിങ്ങും കണ്ടില്ലേ, ഒരു ഗ്രേ ടൈപ്പ് ഫ്ലോറിംഗ് ആണ്. അത് 4x2 ടൈൽസ് ആണ് ഫ്ലോറിങ്ങിന് കൊടുത്തത് കേട്ടോ.
അപ്പോൾ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ ഏരിയയിലാണ് കേട്ടോ. സ്റ്റെയർ ഒക്കെ ഉണ്ടല്ലോ എന്ത് ഭംഗിയാണ്. അതുപോലെ തന്നെ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ഒരു സിറ്റിംഗ് ഏരിയ, അതൊരു ബേ വിൻഡോ ടൈപ്പിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. കണ്ടില്ലേ എന്തൊരു സൗകര്യമായി വീട്ടിൽ. നല്ല വലിയൊരു അപ്പർ ലിവിങ് ഏരിയ കേട്ടോ. അതുപോലെ തന്നെ താഴെ കണ്ട പോലെ തന്നെ നല്ല വലുപ്പമുള്ള 2 ബെഡ്റൂം, മുകളിൽ ഒരു ഓപ്പൺ ടെറസ്, ഒരു ബാൽക്കണി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവർ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു സീൻ ബിലോ ഏരിയ നോക്കി ചാക്ക്. നമ്മളെ നേരത്തെ ഞാൻ പറഞ്ഞു ഇന്റീരിയർ കോർട്ട്യാർഡ് പറഞ്ഞല്ലേ, അങ്ങോട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ഭാഗവും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ വീടിൻ്റെ ക്വാളിറ്റി, ഈ ഒരു വീട്ടിലേക്ക് ഞാൻ കയറിയപ്പോൾ തന്നെ ആ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ വർക്കിൻ്റെ ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും അധികം ഓവറാക്കാതെ നല്ല രീതിയിൽ ഭംഗിയാക്കാൻ ഈ ആർക്കിസ് ഇൻറ്റീരിയേഴ്സ് ആൻഡ് അതുപോലെ തന്നെ ഡെവലപ്പേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മുകളിൽ വരികയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഒരു നമ്മുടെ ഈ ഒരു ഏരിയ GA പൈപ്പും വെച്ച് മുകളിൽ ഗ്ലാസ് ഒക്കെ ഇട്ട് അവിടെയും നല്ല വെളിച്ചം വരുന്ന രീതിയിൽ തന്നെ ഇവർ സെറ്റാക്കി. നമ്മളിപ്പോൾ നമ്മുടെ ഇന്ന് കണ്ട ഈ എപ്പിസോഡ് കണ്ട ഈ വീടിന്റെ ഗൃഹനാഥന്റെ കൂടെയാണ്. ഗൃഹനാഥനും അവരുടെ ഫാമിലിയാണ്. ഹലോ, വെൽക്കം സാർ. സാർ പേരെന്തായിരുന്നു? എൻ്റെ പേര് സന്ദീപ്. സന്ദീപ് എന്നാണ് സാറ്. മനോരമയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. മേഡം പേര്? സർവീസ് ബേബി അല്ലേ. ഈ ഒരു വീട് നമ്മുടെ ആർക്കിസിൻ ഡെവലപ്പേഴ്സിനെ ഏൽപ്പിക്കുമ്പോൾ ഇവര് ഒരു ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടാവല്ലോ, ആ ടൈം പീരീഡ് തന്നെ ഇത് കംപ്ലീറ്റ് ആയി കിട്ടിയോ? ഓ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഡിസംബർ ആവുമ്പോഴേക്കും കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ അത് ആ കറക്റ്റ് ടൈമിങ്ങിന് തന്നെ അവർ ചെയ്തു അല്ലേ. പലരും എനിക്ക് തോന്നുന്നു ഹൗസ് വാമിങ്ങിന് വന്നപ്പോ ചോദിക്കുമ്പോ എത്ര ടൈം കൊണ്ടാണ് ഇത് കഴിഞ്ഞത് ചോദിക്കുമ്പോൾ എൻ്റെ ഓഫീസിലാണെങ്കിൽ ഇപ്പോൾ ഷാലിനിയുടെ അവിടെ നിന്നാണെങ്കിലും വരുമ്പോൾ അവർ അത്ഭുതപ്പെടുന്നത് എന്താ വെച്ചാൽ ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞോ, റെക്കോർഡ് ടൈമിംഗ് ആണല്ലോ എന്നാണ് പറയുന്നത്. ഗൃഹനാഥയ്ക്കായിരിക്കും ഒരുപാട് സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാഡത്തിന് സങ്കല്പങ്ങളൊക്കെ മാച്ചായ രീതിയിലാണ് ഈ വീട് കിട്ടിയത്. ഞങ്ങൾക്ക് നോക്കാൻ ഒട്ടും നേരം ഉണ്ടായിരുന്നില്ല. അവർ തന്നെയായിരുന്നു ഫുള്ള് നോക്കിയത്. ലാസ്റ്റത്തെ ഒരു മാസം മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ വരേണ്ടി വന്നു. ഞങ്ങൾ വരുമ്പോഴാണ് ഈ വീട് ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്, ഞങ്ങൾ എങ്ങനെയാണോ മനസ്സിൽ കണ്ടത് അതേപോലെ ആക്കി തരാണ്. അപ്പോൾ നമ്മൾ ഈ ആർക്കിസിൻ ഡെവലപ്പേഴ്സിന്റെ അടുത്തേക്ക് എങ്ങനെയാണ് ഇവരെ പറ്റി അറിയാൻ പറ്റിയത്? അതൊന്ന് ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിന്റെ പുറമെ ഞങ്ങളുടെ മലപ്പുറത്തുള്ള ഒരാള് ദാസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അയാളെ മകനും അതെ എഞ്ചിനീയറാണ്. അപ്പൊ അവരാണ് വളരെ നല്ലതാണ് ചെയ്യിച്ചോളൂ എന്ന് പറഞ്ഞത്. നമ്മളെ വീഡിയോ തന്നെയാണ് കണ്ടത് തോന്നുന്നല്ലേ? അപ്പൊ കണ്ടല്ലേ, കുറെ പ്രാവശ്യം വിളിച്ചിരുന്നു അതും പറഞ്ഞിട്ട്. അതല്ലേ, അപ്പോൾ നമ്മൾ ത്രൂ ആണ് കേട്ടോ നമ്മുടെ ജിഷിൻ്റെ അടുത്തേക്ക് എത്തിപ്പെട്ടതും. അപ്പോൾ ജിഷിനെ നമ്മൾ ഈ വീടിൻ്റെ വർക്ക് 6 മാസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് സാറിപ്പോൾ പറഞ്ഞത്. അതിൽ എന്തൊക്കെ ചാലഞ്ചുകളാണ് ജിഷിന് ഇവിടെ ഉണ്ടായിരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഉണ്ടായിരുന്നൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേസ് ആയിരുന്നു. ഈ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഷേപ്പ് ഔട്ടായിരുന്നു. അത് നമുക്ക് ഫസ്റ്റ് ഒരു ചാലഞ്ചിങ് ആയിട്ട് ഉണ്ടായിരുന്നൊരു വിഷയമായിരുന്നു. പിന്നെ പറഞ്ഞാൽ ഇവിടത്തെ സ്പേസ് കണ്ടല്ലോ, 6 സെൻറ്റ് സ്ഥലമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഈ ഒരു റോഡ് ഇങ്ങനെ ചരിഞ്ഞതും അതോട് തന്നെ അനുബന്ധിച്ച് നമുക്ക് ഇവിടെ മെറ്റീരിയൽ സ്റ്റോറേജിനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബാക്കി എല്ലാ സൈറ്റിലും നമ്മൾ മെറ്റീരിയൽ മുമ്പേ ലോഡ് ചെയ്താണ് വെക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടൈമിൻ്റെ തീർക്കാനും പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് അത് അതിനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. ഞാൻ വരുമ്പോൾ തന്നെ കണ്ടു വലിയൊരു കയറ്റവും കാര്യങ്ങളും. അതെ അതെ. എന്നിട്ടും നമുക്ക് ആ പറഞ്ഞൊരു പീരീഡിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റി. അതിനിടയിൽ നമുക്ക് ഈ ഒരു വയനാട് വിഷയമായിട്ട് ബന്ധപ്പെട്ട് മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി കുറയും. സമരമല്ല, അത് കളക്ടർ നിർത്തി വെക്കുന്നൊരു ആ സമയത്ത് നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുപോലും നമുക്ക് ഒരു എഫക്റ്റ് ആകാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ നമുക്ക് പറഞ്ഞ സമയത്ത് തീർക്കാൻ പറ്റി. അതെ, അതാണ് മൊത്തം ഹാപ്പിയാണ്. ജഷിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് വേണ്ട പറഞ്ഞാലും ജഷിൻ നമ്മളെ എത്തിക്കില്ല. അങ്ങനെയാണ് നല്ലത്. കാരണം ഞങ്ങളെക്കാട്ടിലും ഐഡിയ അതെ അതെ ഒരുപാട് വീഡിയോ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പ്ലസ് ഈ പറഞ്ഞ പോലെ വർക്കിന്റെ ഒരു ഫിനിഷിംഗ് ഉണ്ട്, അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ വെറുതെ പറയുന്നല്ല. എന്താ വെച്ചാൽ ഈ ഹൗസ് വാമിങ് വന്നപ്പോ എനിക്ക് തോന്നുന്നു ജസ്റ്റിനോട് തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു. അതായത് ഫിനിഷിംഗ് നല്ലതായിരുന്നു, പിന്നെ അതേപോലെ വർക്ക് നല്ലതാണെന്നുള്ളത്. പ്രത്യേകിച്ച് അന്ന് 1-2 പേര് റെഫറൻസും കൂടെ ചോദിച്ചു. അതായത് നമ്മുടെ ഫ്ലാറ്റിലുള്ള ഞങ്ങൾ നേരത്തെ ഫ്ലാറ്റിലായിരുന്നു താമസിക്കുന്നത്. അതെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരും ആരാണ് ചെയ്തതെന്നുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പോൾ ഈ വീട് ടോട്ടൽ 2300 സ്ക്വയർ ഫീറ്റ് ആണ്, 6 സെന്റ് സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്കിന് മൊത്തമായിട്ട് ചിലവായ എമൗണ്ട് 45 ലക്ഷം രൂപയാണ് കേട്ടോ. 2300 സ്ക്വയർ ഫീറ്റ് 45 ലക്ഷം രൂപയ്ക്കാണ് ഇവർ ഈ വീട് നിർമ്മിച്ച് നൽകിയത്. അപ്പോൾ ഇതുപോലുള്ള വീട് പണിയാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള വീട് ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.